ഹലോ എൻ്റെ ഈ ഓട്ടം കണ്ടിട്ട് എങ്ങോട്ടാന്നല്ലേ? സമ്മറായില്ലേ, കുറേ നാളായി ഒരു ട്രിപ്പ് അടിച്ചിട്ട്. അപ്പോൾ ഒരു ട്രിപ്പ് അടിക്കാം. ഹലോ, വെൽക്കം ടു സോ ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷമല്ല, നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം വി ആർ ബാക്ക്. നമ്മളിപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുക്കുന്നത്, നമ്മളൊരു ട്രിപ്പിന് പോവാണ്. ഒരു ഗോസോ ട്രിപ്പ് നടത്തുവാണ് അല്ലേ? അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് നമ്മുടെ അവിടെ നിന്ന് ടാക്സിക്കൊക്കെ വന്ന് നമ്മൾ ഫെറി കയറി, നമ്മൾ ഇന്ന് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല, നമ്മൾ പുതിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഹോപ്പ് ഓൺ സിറ്റി സൈറ്റ് സീയിങ് ചെയ്യാൻ പോവാണ്. സോ അപ്പം നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഫെറിയിലാണ്. ഞങ്ങൾ ഫെറിയുടെ കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ആൻഡ് ഓൾസോ യു ക്യാൻ വിഷ് മീ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു ബച്ചു. താങ്ക് യു. അപ്പോൾ ഇതാ നമ്മൾ മാൾട്ടയിൽ നിന്ന് ഗോസോയിലേക്ക് ഫെറി യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഒഫീഷ്യൽ ക്യാമറാമാൻ, വീഡിയോഗ്രാഫറായ എബിൻ ക്യാമറയിലൂടെ ഫെറിയുടെ ഭംഗി, വെള്ളത്തിൻ്റെ ഭംഗി, മാൾട്ടയിലെ ഓവറോൾ ഭംഗിയും, പിന്നെ ഓഫ് കോഴ്സ് ഫെറിയുടെ അപ്പർ ഡെക്ക് ഇൻറ്റീരിയേഴ്സിൻ്റെ ഭംഗിയൊക്കെ വഴിയെ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഗോസോ ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ടപ്പീനോ പള്ളിയിൽ പോയതായിരുന്നു. സോ ഈ ഗോസോ യാത്രയൊക്കെ നമ്മുടെ ഇത് സെക്കൻഡ് ടൈമാണ്. പക്ഷേ ഗോസോ ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. സോ വി വെർ വെരി മച്ച് എക്സൈറ്റഡ്. ഞങ്ങളിപ്പോൾ ഫെറിക്കകത്ത് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. കൊമീനോ ആണ് പുറകെ കാണുന്നത്. ഈ ഗോസോ ഫെറി യാത്രയ്ക്ക് പോകുമ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുത്തെ ഐലൻഡ്സ് ഇങ്ങനെ കാണാൻ പറ്റും, റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ സീ. സോ ഇപ്പം കണ്ടതായിരുന്നു ഗോസോ. നേരത്തെ പറഞ്ഞ കൊമീനോ ഐലൻഡാണ് ഇത്. ആൻഡ് ഞാൻ ഇപ്പം കൈ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ മാൾട്ട. സോ ഫ്രം മാൾട്ട ടു ഗോസോ ഇറ്റ് ജസ്റ്റ് ടേക്സ് 20-25 മിനിറ്റ്സ്. അപ്പം അത് സൂപ്പർ കൺവീനിയൻ്റ് ആണ് ഈ ഫെറി റൈഡ്. ആൻഡ് മാൾട്ടയിൽ നമ്മൾ ഫെറി റൈഡ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ബിക്കോസ് ഇവിടുത്തെ ബ്ലൂ വാട്ടറാണ് എനിക്കും എബിനും വളരെ ഇഷ്ടമുള്ളത്. സോ എപ്പോഴും ഗോസോ ഫെറി റൈഡ് എപ്പോഴും അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ നല്ല അടിപൊളി ഫെറി റൈഡും വെള്ളത്തിൻ്റെ ഭംഗി കണ്ട് ഞങ്ങൾ ഗോസോ എത്തി. സോ ഞങ്ങൾ ഗോസോ എത്തി ഗൈസ്. ഇത് ആണ് ഗോസോയിലെ എംജാർ ടെർമിനൽ. നമുക്കെങ്ങനെയാ ബസ്? നമുക്ക് നമ്മുടെ പിക്കപ്പ് ഇവിടെ നിന്നാണ് പറയുന്നത്. നമ്മൾ റൂം എടുത്തേക്കുന്ന മാർസൽ ഫോണിലാണ്. പക്ഷേ ഇതാണ് ഗോസോ. ഞാൻ ഭയങ്കര റോ രീതി. അടിപൊളി ട്രഡീഷണൽ പള്ളി. കാര്യം ഗോസോ മാൾട്ടയിലാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കൾച്ചർ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈവൻ ദ സ്ലാങ്ങും അതെ. സോ ഇതാണ് ഞങ്ങളുടെ ഹോപ്പ് ഓൺ ബസ്, സൈറ്റ് സീയിങ് ബസ്. സോ ഇതിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ടുക്. ഇതിന് പറയുന്നതാണ് ടുക്. നമ്മുടെ ബേസിക്കലി ഓട്ടോ പോലത്തെ ഒരു സംഭവം. അതിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഗോസോ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. അതൊരു 6-7 മണിക്കൂറിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ട്. സോ നമ്മൾ ഹോപ്പ് ഓൺ സൈറ്റ് സീയിങ് ബസ് ഓൾറെഡി നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ ഡേ ഇന്ന് ഇതിലായിരിക്കും സഞ്ചരിക്കുന്നത്. പിന്നെ ഈ ബസ്സിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് താഴെയുണ്ട്, മുകളിൽ അപ്പർ ഡെക്ക് ഉണ്ട്. അപ്പർ ഡെക്ക് ഈസ് ഓൾവേസ് ഫൺ. പിന്നെ ഈ കാണുന്നതാണ് ഗോസോ ഫെറി. ഇത് വലേറ്റ ടു എംജാർ ഗോസോ വരാൻ ഫാസ്റ്റസ്റ്റ് ഓപ്ഷനാണ്. ബിക്കോസ് ഫ്രം വലേറ്റ ടു ഗോസോ it takes just 45 minutes. So very fast. Because ഞങ്ങളൊക്കെ വരുന്നത് ഫ്രം ചിർക്കേവ ടു
ഗോസോ ആണ്. അതപ്പം 25 മിനിറ്റ്സ് അത് ഒരു നോർമൽ സ്ലോ ഫെറി റൈഡാണ്. പക്ഷേ ദിസ് ഫ്രം വല്ലേറ്റ ടു ഗോസോ അടിപൊളിയാണ്. ഇച്ചിരി റേറ്റ് ഒക്കെ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, ഇച്ചിരി കൂടുതലാണ്. സോ യെസ്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഓപ്ഷൻ ഉണ്ട് ഫ്രം വല്ലേറ്റ. ഇപ്പം നമ്മൾ കണ്ട ഈ വൈറ്റ് വിത്ത് ബ്ലൂ ലൈൻസ് ആ ഫെറിയിലാണ് നമ്മൾ വന്നത്. ദാറ്റ് ഈസ് ഫ്രം ദ സ്ലോ വൺ, ബട്ട് ഇറ്റ്സ് എ നൈസ് റൈഡ്. സോ അതിലാണ് നമ്മൾ വരുന്നത് ഫ്രം ചിർക്കേവ ടു ഗോസോ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, കേൾക്കാൻ തുടങ്ങി പാട്ടൊക്കെ. അപ്പോൾ ഞങ്ങളുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടല്ലോ. ബേസിക്കലി നമ്മുടെ റൈഡ് സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഫിസിക്കലി ഒരു ടൂർ ഗൈഡ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് ഇയർഫോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫുൾ വഴി പോകുമ്പോൾ നമ്മൾ കേൾക്കുക. ആൻഡ് നമ്മളോട് ഈ റൂട്ട്സ് നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ഞാൻ ഈ റൂട്ട്സ് ഇതിനകത്ത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സോ നമുക്കത് 1 by 1 നമുക്ക് നോക്കി നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാം. ആൻഡ് നമുക്ക് പിന്നെ അടുത്ത ആ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത 45 മിനിറ്റ്സിൽ ഈ സെയിം ഇങ്ങനത്തെ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും കയറാം. സോ ദാറ്റ് ഹൗ ഇറ്റ് വർക്ക്സ്. ആൻഡ് ആദ്യം ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് 2 റൂട്ടാണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറുക, ആൻഡ് നമുക്കൊരു റൂട്ടേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് നോ, നമുക്ക് ഫുൾ ആ 2 റൂട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റും ടിൽ 6 o'clock. സോ ഇറ്റ്സ് എ നൈസ് ഓപ്ഷൻ ഗോസോ എക്സ്പ്ലോർ ചെയ്യാൻ. നിങ്ങൾ നേരത്തെ കണ്ട ഒരു വിൻഡ് മിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലോ, ഷൗക്കിയ. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. പക്ഷേ ഇത് അവിടെ ഇറങ്ങണമെന്നോ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മിസ് ചെയ്തു. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റോപ്പിൽ വിക്ടോറിയയിൽ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടുത്തെ മാർക്കറ്റ് പ്ലേസും പിന്നെ ചർച്ചിൻ്റെ ആ സെൻട്രൽ ഏരിയ ഒക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് നടന്ന്, ബിക്കോസ് വി ഹാവ് 45 മിനിറ്റ്സ് നമ്മുടെ മീൻസ് ആ ബസ് വരാൻ 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് മാർക്കറ്റ് പ്ലേസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അപ്പം വിക്ടോറിയ ഇതാണ് ഒരു ലൈവ്ലി സിറ്റി ഇൻ ഗോസോ. കുറേ ബ്രാൻഡ്സ്, ഷോപ്സ്, കുറേ ബിൽഡിങ്സ്, കുറേ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടു. വിക്ടോറിയയിൽ ഇറങ്ങിയതായിരുന്നു. ആക്ച്വലി വിക്ടോറിയ ടു ഗറിയ എന്ന് പറഞ്ഞ ഒരു ലോങ് ഹെറിറ്റേജ് വാക്കാണ്. ഞാൻ ടേക്ക് ഓവർ ചെയ്യാം. ലോങ് ഹെറിറ്റേജ് വാക്കാണ്. സോ നമുക്ക് പറ്റുമെങ്കിൽ അത് 1 hour ട്രക്കിംഗ് പോലെയാണ്. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മളിനി ഇവിടുന്ന് തന്നെ നെക്സ്റ്റ് ബസ് പിടിക്കാൻ പോവാം. സോ മീൻവൈൽ ഞങ്ങൾ ഇവിടുത്തെ വിക്ടോറിയ മാർക്കറ്റ് സ്ട്രീറ്റ് എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞങ്ങൾക്ക് തൊപ്പി മേടിക്കണമായിരുന്നു. തൊപ്പി മേടിച്ചു. കളറൊക്കെ അല്ലേ? മീൻവൈൽ ഞാൻ കാണിക്കാവേ. പള്ളിപ്പെരുന്നാൾ കാണിച്ചു തരാം. മാൾട്ട പിന്നെ ഇതന്നെയാണല്ലോ, മാൾട്ട കോസും എല്ലാം സെയിം ആണ്. ഞങ്ങളെ കണ്ട ഒരു സമ്മർ വൈബ് ഉണ്ടോ? എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഞങ്ങൾ എത്തിയ വീക്കെൻഡ് അത് ഒരു പള്ളിപ്പെരുന്നാൾ, അവിടുത്തെ ഗോസോയിലെ പള്ളിപ്പെരുന്നാളായിരുന്നു. സോ ഈ ഡെക്കറേഷൻസ്, ഈ ചർച്ച് ലൈറ്റിങ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ അവിടുത്തെ ഇച്ചിരി കളർഫുള്ളായി. സോ ഞങ്ങളങ്ങനെ വിക്ടോറിയയിൽ നമ്മൾ ഫസ്റ്റ് ഇറങ്ങി അവിടുത്തെ വഴികളിലൂടെ തെരപ്പര നടന്നിട്ട് ഞങ്ങൾ ബസ് വന്നപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പിലോട്ട് നമ്മൾ യാത്ര തുടങ്ങി. സോ ഈ കാണുന്ന ഇതിപ്പം ഇവിടുത്തെ ഫീസ്റ്റിൻ്റെ ഒരു മെയിൻ കോമൺ സംഭവമാണ് ഈ ലൈറ്റിങ്സ്, ചർച്ച് ലൈറ്റിങ്സ്. ഇത് മാൾട്ടയിലും സെയിം ആണ്. പക്ഷേ ഇപ്പം ഞങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തത്, കമ്പയർ ടു മാൾട്ട, ഗോസോയിലെ സ്ട്രീറ്റ്, ഈ വഴികളൊക്കെ ഒത്തിരി നാരോ ആണ്. നമ്മുടെ മാൾട്ടയിൽ ഇതിനേക്കാൾ നല്ല ബ്രൈറ്റ് വിൻഡോസ് ആണ്. ഈ ചേച്ചി പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇയർഫോൺസിൽ ടൂർ ഗൈഡ് അതൊരു ലേഡിയായിരുന്നു. സോ അവരിങ്ങനെ ബാൽക്കണിയെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഞാൻ പറയുമായിരുന്നു. മാൾട്ടയിൽ ഈ കളർഫുൾ ബാൽക്കണീസ്, ഈ വിൻഡോസിന് പറയുന്നത് ഗലേരിയ ആണ്. സോ ബേസിക്കലി പണ്ടൊക്കെ ഇത് ഈ വുഡൻ ബാൽക്കണീസൊക്കെ ഈ കടൽ,
ഈ കടൽ കാറ്റും പിന്നെ ഈ സണ്ണും അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കളർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പണ്ടൊക്കെ ഇത് ന്യൂട്രൽ കളേഴ്സ് ആയിരുന്നു. പിന്നെ അതൊരു എസ്തെറ്റിക് വൈബ് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തിരി കളർഫുൾ ബ്രൈറ്റ് കളേഴ്സ് ആക്കി, ഗ്രീൻ, റെഡ്, യെല്ലോ, ബ്ലൂ. പക്ഷേ അതിപ്പം നോക്കുമ്പോൾ മൾട്ടയിലെ ഒരു വെരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. സോ മാൾട്ടയിലും ഇങ്ങനത്തെ ഒരു നമുക്ക് ക്രാഫ്റ്റ്സ് വില്ലേജ് ഉണ്ട്, ടാലി ക്രാഫ്റ്റ്സ് വില്ലേജ്. ഇവിടെ ഞാൻ നോക്കുമ്പം മാൾട്ടയിലെ ഐ തിങ്ക് ഇച്ചിരി ബെറ്ററാണ് ഗോസോയെക്കാട്ടും. പക്ഷേ യു ഗൈസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്, നിങ്ങൾക്ക് ഏത് ക്രാഫ്റ്റ്സ് വില്ലേജാണ് ഇഷ്ടപ്പെട്ടത്, മാൾട്ടയാണോ ഗോസോ ആണോ? ഓക്കെ. സോ ബേസിക്കലി ക്രാഫ്റ്റ്സ് വില്ലേജിൽ നമ്മൾ വരുമ്പം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ പണ്ടത്തെ ട്രഡീഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊരു വളരെ നല്ലൊരു സംഭവമായിരുന്നു. First, second, third, and fourth. So second on third, fourth on third, second on, keep it in your hand. Second on first, second on third, and this one. Leave it behind. Behind like that. Leave it behind. That one is done. All right. Leave it. Now we do the next one. It's important to have the bobbins in order. All right. So here we make a twist all the way to the left. So a twist here to the left. Just a twist and a twist here. This is the pattern. Okay. Not this stitch. Now this stitch. Second on third. Second on third. Fourth on third. Fourth on third. Second on first, second on third, and second on third. Yes. Good. That is done and left behind. Next pair. Next pair. Yes. Like that. Yes. Now, here there are no twists. Yes. So. All right. So that there will be no need of such. And the row is done. Yeah, row is done. That's it. Lace making, oh? Okay. Would you like to try? No, it's okay. It's okay. Okay. It's not so difficult, no? ആ ലേസ് മേക്കിംഗ് സെഷൻ എനിക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുമില്ല അങ്ങനെ ലേസ് ഉണ്ടാക്കുന്നത്, ആൻഡ് ട്രൈ ചെയ്തിട്ടുമില്ല. സോ രണ്ടും സംഭവിച്ചുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി. അപ്പം നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിൽ പോകാം. പക്ഷേ നമുക്കിനിയും ആ ഒരു ഗോസോയിലെ ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു ടോപ്പോഗ്രാഫി, ഒരു ടെറൈനൊക്കെ നമുക്ക് കണ്ടു പോവാം. സോ ഗോസോ ഇങ്ങനെ ഫുൾ കുന്നും മലയും ഒക്കെയാണ് ബേസിക്കലി, ഈ ചെറിയ ഹിൽസും പിന്നെ ഓൾമോസ്റ്റ് ഒരു ഡ്രൈ ലാൻഡ്സ്കേപ്പാണ്. പച്ചപ്പൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പച്ചപ്പുണ്ട്. ബേസിക്കലി നമ്മുടെ മുള്ളുചെടി, നമ്മുടെ കാക്ടസ്, പിന്നെ കുറച്ച് പൈൻ ട്രീസ്, പിന്നെ കോൺ ഷേപ്പിലുള്ള കുറച്ച് ട്രീസൊക്കെ ഉള്ളൂ. സോ പിന്നെ അങ്ങനെ ഞങ്ങളത് കണ്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ദ്വരിയ. ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് ആ ഇയർഫോണിൽ ആ ചേച്ചി പറയുന്നത് കേട്ടിട്ടാണ്. സോ ബേസിക്കലി നിങ്ങളങ്ങനെ ഓഡിയോ കേൾക്കാതെ ഇങ്ങനെ ചുമ്മാ ബസ്സിൽ യാത്ര ചെയ്യല്. ഇയർഫോൺസ് തരുമ്പോൾ അത് നിങ്ങൾ കേട്ടോണ്ട് ഇരിക്കുക. സോ നിങ്ങൾക്കൊരു അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിനെ പറ്റിയും അവിടെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സ്റ്റോപ്സിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കൊരു ഒരു ക്ലിയർ ഐഡിയ കിട്ടും. നമ്മൾ ഇറങ്ങണോ വേണ്ടയോ, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് സ്കിപ്പ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് അങ്ങനെ ഐഡിയ കിട്ടും. How is the ചൂട്? നല്ല ചൂടാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് വീക്കിനെക്കാട്ടും ഇറ്റ്സ് ബെറ്റർ. ഒരു ഇച്ചിരി കൂളെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കൂൾ.
ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുകളിലത്തെ ടോപ്പ് ഡെക്കിലാണ്, ഡബിൾ ഡെക്കർ ബസ്സിലെ മുകളിലത്തെ ഡെക്കിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ബെയറബിൾ ആണ്, കാറ്റുള്ളതുകൊണ്ട് ഇറ്റ്സ് നൈസ്. ബിക്കോസ് മുകളിൽ ഇരിക്കുന്ന വൈബല്ലേ നല്ലത് അല്ലേ? മുകളിൽ ഇരിക്കുന്ന വൈബല്ലേ നല്ലത്. സൺസ്ക്രീൻ ഒക്കെ പറ്റിയതായിരുന്നു, പരത്തിയിട്ടൊക്കെ വന്നത്. റീ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ ഇതാണ് ദ്വരിയ. ഇവിടെ നമുക്ക് ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റും. നമ്മളതിന് പോവുകയാണേ. സോ ബോട്ട് റൈഡിന് എക്സ്ട്രാ ചാർജസ് കൊടുക്കണം. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇത് സീൻ്റെ ഒരു ഇൻലാൻഡ് സീ ആണ്. ഐ മീൻ കാച്ച്മെൻറ്റ് പോലെ. കാച്ച്മെൻറ്റ് അല്ല എന്നാലും സ്റ്റിൽ. പക്ഷേ ഇവിടെ അകത്തൂടെ അങ്ങ് പോകും. കുട്ടിയെ Please put the live vest on. സോ ബേസിക്കലി ഇവിടെ നമുക്ക് ബോട്ട് റൈഡാണ് ഉള്ളത്. നമുക്കിങ്ങനെ ഈ കേവ്സിൻ്റെ അകത്തൂടെ ഇപ്പം നമ്മൾ കണ്ട പോലെ നമ്മളെങ്ങനെ കൊണ്ടുപോകും. ആൻഡ് ഇറ്റ്സ് 15 മിനിറ്റ്സ് ബോട്ട് റൈഡ്. ഈ പിങ്ക് കളർ കാണുന്നതാണ് കോറൽസ്. ആൻഡ് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ബ്ലൂ കളർ വേറെ ഒരു ബ്ലൂ ആണ് കമ്പയർഡ് ടു അവിടെ ബാക്കി വെള്ളത്തിനെക്കാട്ടും നോക്കുമ്പോൾ ഇതൊരു നല്ല ഷൈനി, നല്ലൊരു ലൈറ്റുള്ള ഒരു ബ്ലൂ കളറായിട്ട് തോന്നും. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പം ക്യാമറയിലൊക്കെ ഇച്ചിരിയൊക്കെ നന്നായിട്ട് ക്യാപ്ചർ ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മുടെ ഇവിടെ തൊപ്പി വെച്ച ആശാനാണ് നമ്മുടെ ടൂർ ഗൈഡ്. സോ അയാളിങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. Blue water, that is blue grotto. Up there you can see there is a shape of a face in the rock. A shape of a face. Shape of the face. നമ്മുടെ ആശാൻ ഫേസ് കാണിച്ചു, പക്ഷെ ഞങ്ങളത് കണ്ടില്ല. സോ ഞങ്ങളത് മിസ് ചെയ്തു. നിങ്ങളിനി അഥവാ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയുക. പക്ഷെ പിന്നെ ഞങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരുന്നു അയാൾ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം. ഈ ബ്ലൂ കളർ കാണുമ്പം ആരുടെ മനസ്സിലാണ് ഒരു കുളിർമ വരാത്തത്? എനിക്ക് എബിനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഓൾറെഡി ബീച്ച് ബേബീസ് ആയിരുന്നു. ഐ മീൻ ഞങ്ങൾക്ക് ബീച്ച് ലവേഴ്സ്. സോ പക്ഷേ മാൾട്ടയിലെ ഈ ബ്ലൂ വാട്ടർ കണ്ടിട്ട് എനിക്ക് മാൾട്ടയിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ബ്ലൂ വാട്ടറാണ്. മാൾട്ടയിൽ എന്തെങ്കിലും ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഐ എം ഗോണ മിസ് ദിസ് ബ്ലൂ വാട്ടർ ഫോർ ഷ്യൂർ. ഓ യെസ്, ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതായിരുന്നു. ഈ ബോട്ട് റൈഡിന് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് €5, പക്ഷേ അവർ ക്യാഷ് ആണ് എടുക്കുന്നത്. സോ ഓൾവേസ് കീപ് സം ക്യാഷ് ഇൻ ഹാൻഡ്. അവർ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾ ഒരു മനുഷ്യൻ റെവലൂട്ട് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ ഓൾവേസ് കീപ് സം ക്യാഷ്. എല്ലാവരും
ഇറങ്ങിക്കഴിഞ്ഞിട്ട് കേരളത്തിൽ സോ ബേസിക്കലി ഞാൻ നിങ്ങളോട് നേരത്തെ ഇവിടുത്തെ വെജിറ്റേഷൻ ഇച്ചിരി മരങ്ങളെ പറ്റി എന്തൊക്കെയോ പറഞ്ഞില്ലേ, ലാൻഡ്സ്കേപ്പിനെ പറ്റി. സി യു ക്യാൻ സീ എവറിത്തിങ് ഈസ് വെരി ബ്രൗൺ. അധികമൊന്നും പച്ചപ്പൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ബ്രൗൺ. ഡ്രൈ ആയിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ മരങ്ങൾ അവിടുത്തെ ഗോസോയിലെ ഒരു സ്പെഷ്യൽ മരങ്ങളായിരുന്നു. ആ ടൂർ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ പേരൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ മറന്നുപോയി. സോ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ട്രീ ഇവിടുത്തെ ഒരു പ്ലാന്റ് ആണ്. സോ യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കും നോട്ട് ചെയ്യാമല്ലോ, ഭയങ്കര ഇടുങ്ങിയ വഴി കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഗോസോയിലെ റോഡൊക്കെ ഒത്തിരി നാരോ ആണ്. മാൾട്ടയിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു ബസ്സിന് മാത്രം യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നാരോ ആണ് സ്ട്രീറ്റൊക്കെ. ഇതാണ് നമ്മുടെ ടപ്പീനോ പള്ളി. നമ്മുടെ ഫേമസ് ഒരു പള്ളിയാണ്, നല്ല അത്ഭുതങ്ങൾ നടക്കുന്ന പള്ളിയാണ്. ആൻഡ് ഇവിടെ നന്നായിട്ട് വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് എല്ലാവരുടെ വിശ്വാസം. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. സോ ഞങ്ങൾ അവിടെ ഒരു 45 minutes ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് അതായത് ഷ്ലെൻഡിയിലോട്ട് വന്നു. അവിടെ ലഞ്ച് കഴിച്ചു. ഇതാണ് ഷ്ലെൻഡി. അപ്പൊ എന്തിനാ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ മാൾട്ടീസ് ബർഗറും ചിക്കൻ ബ്രസ്റ്റും കഴിച്ചു. ബാബാ ഇത് ചുമ്മാ കുളിക്കാൻ പറ്റിയ ബീച്ചാണ്. എന്നാലും അവൻ പറഞ്ഞ പിന്നെ ഇതിനകത്ത് ആക്ടിവിറ്റീസ് ഉണ്ട്, നട കയറിപ്പോ എന്നോട് എവിടെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര പാടാ. ഇവിടുത്തെ കുറച്ചൊക്കെ ബീച്ചസ് വളരെ ഫേമസ് ആണ്. ഷ്ലെൻഡി, റംല ബേ. സോ ദിസ് ഇസ് വെരി ഫേമസ് ബീച്ച്. പക്ഷേ അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. ആൻഡ് എനിക്ക് ഇച്ചിരി സാൻഡും ഇച്ചിരി ഇരിക്കാനുള്ള സെറ്റപ്പാണ് എനിക്ക് ബേസിക്കലി ഇഷ്ടം. സോ അവിടെ ഇങ്ങനെ കുളിക്കാനുള്ള ചാടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇരിക്കാനൊന്നും സെറ്റപ്പില്ല. നട്ടാവയിലായിരുന്നു. സോ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് കണ്ടു ആൻഡ് ദെൻ നെക്സ്റ്റ് ബസ്സിൽ കയറി നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ട് പോവാണ്. പിന്നെ ഈ കാണിക്കുന്ന സ്റ്റോപ്സിൽ ഞങ്ങൾ മാത്രം ഇറങ്ങി കണ്ട ഒരു സ്റ്റോപ്സാണ് നിങ്ങൾ കാണുന്നത്. മാപ്പിൽ കുറച്ച് റൂട്ട്സ് ഞാൻ കാണിച്ചില്ല, അതിൽ കുറച്ച് കൂടെ റൂട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മൊത്തം കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഒരു കേവ്, മിക്സ്റ്റ കേവ് എന്ന് പറയും. സോ ഇവിടുന്ന് ഈ ബീച്ച്, ദിസ് ഇസ് റംല ബീച്ച്. സോ അവിടെ കയറി, അവിടെ ഇച്ചിരി കയറ്റമൊക്കെ കയറി അവിടുന്ന് ഈ റംല ബീച്ച് കാണാൻ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗോസോയിൽ വരുമ്പം. സോ ഇഫ് യു ക്യാൻ, ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ മാൾട്ടയിൽ ഏതെങ്കിലും ഒരു മോൾട്ടീസിനോട് ചോദിക്കുവാണെങ്കിൽ ഗോസോയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ബീച്ച് അവർ ഡെഫിനറ്റ്ലി പറയുന്ന ബീച്ചാണ് റംല ബേ. പക്ഷേ കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ സൂപ്പർ ക്രൗഡഡ് ആയിരുന്നു. മേ ബി ബിക്കോസ് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടില്ലേ, ഇവിടം തൊട്ട് അങ്ങ് വെള്ളം ടച്ച് ആവുന്ന ആ സ്ഥലം വരെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. സോ നമുക്കങ്ങനെ ഒരു നന്നായിട്ട് ആ ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ലായിരുന്നു. സോ ഞങ്ങൾ അധികം സ്റ്റേ ചെയ്തില്ല, നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോയി. അവിടെ ബിൽഡിംഗ് ഉണ്ട്. നമ്മള് എംജിആർ ഫെറി എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് കയറി ഇവിടെ തന്നെ വന്ന് ഇറങ്ങുന്നു. ഓക്കെ, ഫെറി പോകാൻ വേണ്ടി റെഡി ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ നമ്മളിത് പോകുന്നില്ല,
നമ്മൾ ഇന്നിവിടെ സ്റ്റേ ആണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീട്ടിൽ തിരിച്ചു പറയുന്നതായിരിക്കും. അപ്പം എബിൻ പറഞ്ഞ പോലെ നമ്മുടെ ഹോപ്പ് ഓഫ് ഹോപ്പ് ഓൺ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. സോ നമ്മുടെ ഇതിനി സ്റ്റേക്കേഷൻ തുടങ്ങുവാണ്. സോ നമ്മുടെ സ്റ്റേ എടുത്തേക്കുന്നത് മാർസൽഫോൺ ബീച്ചിൻ്റെ അടുത്താണ്. സോ നമ്മൾ ഈ ഒരു ലെഫ്റ്റിൽ കാണുന്ന ഓറഞ്ച് ബീച്ച് കളർ അതാണ് നമ്മുടെ ഹോട്ടൽ. മാർസൽഫോൺ ഒരു നല്ല അടിപൊളി സ്ഥലമാണ് ഫോർ അക്കോമഡേഷൻ. സോ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പം ഗോസോയ്ക്ക് പോവുകയാണെങ്കിൽ you should really opt for Marselphone. ഞങ്ങൾ കുറേ booking.comലും കണ്ട് ഞങ്ങളുടെ ഒരു ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ തലേദിവസമാണ് ബുക്ക് ചെയ്തത്. സോ പക്ഷേ ഇതൊരു ഡീസൻറ്റ് റൂമൊക്കെ ആയിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ബീച്ച് ഫേസിങ് ഒരു റൂമാണ് കിട്ടിയത്. സോ ഇറ്റ് വാസ് വെരി നൈസ്, ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. രാവിലെ എണീറ്റ് കണ്ടപ്പോഴും ഇറ്റ് വാസ് വെരി നൈസ് ഒരു വ്യൂ. സോ ഇത് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരോടും പറഞ്ഞപ്പം ദേ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഹോട്ടൽ. സോ യെസ്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. സോ ജസ്റ്റ് വി വെൻറ്റ് ഫോർ എ വാക്ക്, ഈവനിങ് വാക്ക്. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് സൺസെറ്റൊക്കെ ആസ്വദിച്ചിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങൾ അവിടെ ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ജസ്റ്റ് നടന്നു. ആൻഡ് ദെൻ വി ഹാഡ് ഡിന്നർ ആൻഡ് ദെൻ വി ജസ്റ്റ് സ്ലെപ്റ്റ്. ദാറ്റ് വാസ് അവർ ഡേ 1. വെരി hectic but then slower evening. ഡേ 2 ഇച്ചിരി പയ്യെ തുടങ്ങാം എന്നാണ് ഉദ്ദേശിച്ചത്. ബട്ട് ഞങ്ങൾ പതിവില്ലാതെ വളരെ നേരത്തെ എണീറ്റു. ആൻഡ് ദെൻ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആൻഡ് ദെൻ ഞങ്ങൾ പൂൾ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു ബിക്കോസ് നമുക്ക് ചെക്കൗട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ചെക്കൗട്ടിൻ്റെ മുന്നേ നമുക്ക് പൂളൊക്കെ പൂളിൽ ചാടണമെന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് നേരം പൂളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. ആൻഡ് ദെൻ വി വെൻ ടു ദ ചർച്ച് ഓഫ് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അത് ഷൗക്കിയ. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് പോയിന്റ് മിസ് ചെയ്ത സ്ഥലം ഇതായിരുന്നു. സോ ഞങ്ങൾ സെക്കൻഡ് ഡേയിൽ ഇത് നമ്മൾ തന്നെ കവർ ചെയ്തു. ഇത് നമ്മുടെ ഒരു ഡോം സ്ട്രക്ചറാണ്. നമ്മുടെ മാൾട്ടയിൽ മോസ്റ്റ പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ ഒരു വീഡിയോയിലും ഉണ്ട്, നിങ്ങൾക്കതും പോയി കാണാം. ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. സോ ആ ഒരു മോസ്റ്റ പള്ളിയുടെ ഒരു സ്ട്രക്ചറാണ്, ഐ മീൻ ഡോം സ്ട്രക്ചർ. സോ ഇതും ഒരു റോട്ടുണ്ട, അതും ഒരു റോട്ടുണ്ട. സോ ഇങ്ങനത്തെ ഒരു ഡോം സ്ട്രക്ചർ. ആൻഡ് ഇത് 3rd ലാർജസ്റ്റ് ഡോമാണ് ഇൻ ദ വേൾഡ്, അൺസപ്പോർട്ടഡ് ഡോം. സോ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് ഗോസോയിൽ. ഈ മാൾട്ടയിൽ നമ്മുടെ മോസ്റ്റ പള്ളി ഉള്ള പോലെ ഗോസോയിൽ ഇതാണ്. ആൻഡ് ഈ ടോപ്പ് വ്യൂ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ €3 ചാർജസ് കൊടുത്തിട്ട് നമുക്ക് പോകാം. ലിഫ്റ്റ് ഉണ്ട്. സോ ആർക്കായാലും സ്റ്റെപ്സ് കയറേണ്ട ആവശ്യമില്ല. ലിഫ്റ്റിൽ കൂടെ പോയിട്ട് നമുക്ക് ഈ ടോപ്പ് മൊത്തം ഒരു ഗോസോ ഫുൾ നമുക്ക് കാണാം. ഞങ്ങൾ ഡേ 2 ഞങ്ങൾ ഗോസോ പ്രത്യേകിച്ച് കാണാനൊന്നും ബാക്കി വെച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ഡേ 1 ഫുൾ ഗോസോ കണ്ടു. സോ ഞങ്ങൾ ഡേ 2 പള്ളി കണ്ടിട്ട് ഞങ്ങൾ ബസ് പിടിച്ച് നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ആദ്യം കാണിച്ച എംജാർ ടെർമിനലിലോട്ട് പോയി. ഗോസോ നമ്മുടെ മാൾട്ടയ്ക്കുള്ള ഇനി ഫെറി പിടിക്കാൻ. സോ നമ്മളങ്ങനെ ഫെറിയൊക്കെ പിടിച്ച് നമ്മളൊരു 25 മിനിറ്റ്സിൽ നമ്മൾ ചിർക്കേവ, അതായത് നമ്മുടെ മാൾട്ടയിലെ ടെർമിനലിൽ എത്തി. ആൻഡ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു 2 ദിവസത്തെ ഗോസോ ട്രിപ്പ് വിത്ത് 1 ന്യൂ എക്സ്പീരിയൻസ്, ഹോപ്പ് ഓൺ ബസ് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് ഞങ്ങളുടെ സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസ്. സോ ഐ ഹോപ്പ് യു ഓൾ ലവ്ഡ് ഇറ്റ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു AB Tales. ഞങ്ങൾ ഇനിയും വീണ്ടും പെട്ടെന്ന് വരുന്നതായിരിക്കും. ചാओ.